പരിശുദ്ധ പിതാവേ, ഈ അതിമനോഹരമായ പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി സ്തോത്രം ചെയ്യും. അങ്ങ് ഞങ്ങൾക്ക് തന്ന മഹാടവിക്കായി സ്തോത്രം. 14ാമത് കാർഷികോത്സവ സ്തോത്ര ആരാധനയ്ക്കായി സ്തോത്രം. മഹാടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന അവിടുത്തെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ മഹത്വമേറി ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ കർത്തദാസന്മാർക്കായി പ്രത്യേകമായ സ്തോത്രം. അല്പസമയം അങ്ങയുടെ മഹത്വമേറിയ വചനങ്ങളെ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയൻ പറയുന്നതിനപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. അടിയനെയും വചനം കേൾക്കുന്ന മക്കളെ ഒരുപോലെ അനുഗ്രഹിച്ച് ഞങ്ങളെ പറഞ്ഞയക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് ഈ അതിമനോഹരമായ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഈ ദേവാലയത്തിൽ ആയിരിക്കാൻ ഇടയാകുന്നതിൽ. 2014ാമത് ഡയസിസൻ കാർഷികോത്സവമാണ് ഇന്നലെ ആരംഭിച്ചത്. ഇന്ന് അത് സമാപിക്കുന്നു. 2024 ആണ്ടിൽ പ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തിന് വീണ്ടും ഞാൻ നന്ദി പറയാം. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ അല്ലെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ മഹാടവ കാർഷിക മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് കാർഷിക വൃത്തിയെ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഡയസിസ് തലത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷ്യം. അതിനുവേണ്ടി വിവിധ തലങ്ങളിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ലക്ഷ്യം വെച്ച് വരാൻ ഇനിയും കാലതാമസം എടുക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും. കൃഷിയാണ് അല്ലെങ്കിൽ ഭൂമിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധം കൃഷിയിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ, അരുളി ചെയ്ത അനേക കാര്യങ്ങളുണ്ട്. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതോഷ്ണവും വേനലും വർഷവും നിന്ന് പോകുകയും. അപ്പോൾ ഭൂമി എന്തുമാത്രമുണ്ടോ അന്നുവരെ അതുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷി ദേഹണ്ണങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഭൂമി ഉള്ള കാലത്തോളം, അല്ലെങ്കിൽ മനുഷ്യൻ ഉള്ള കാലത്തോളം അത് ഉണ്ടാവും. അത് ചെയ്യേണ്ടത് മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ ഈ ലോകത്തുള്ള കാലത്തോളം അതുണ്ടായിരിക്കും എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് കൂടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. കൃഷിയില്ലാതെ, വേലയില്ലാതെ, അധ്വാനമില്ലാതെ, ഭൂമിയിൽ നിന്നുള്ള ഫലങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുകയും. അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങൾ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അവനെ ഭക്ഷണ പദാർത്ഥങ്ങളുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി അവനെ ഭൂമിയിൽ ആക്കി. എല്ലാവിധമായ അവൻ ആവശ്യമായ എല്ലാ സംഗതികളും നിർമ്മിച്ചതിന് ശേഷം, സൃഷ്ടിച്ചതിന് ശേഷം, നമ്മൾ സാധാരണ പറയുന്ന പോലെ സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ചുമതല വേറൊന്നുമല്ല, അവന് വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്ന ആ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അത് അവൻ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് അതിന് വ്യത്യാസം വരുന്നു, അന്ന് നിൻ്റെ ജീവനും അത് ഭീഷണിയാണ്, അല്ലെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടായി തീരും എന്ന് അവിടെ പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഭൂമിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധം, കൃഷിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധം, അധ്വാനമായുള്ള മനുഷ്യൻ്റെ ബന്ധം, അതെല്ലാം എപ്പോഴും എല്ലാ കാലത്തും, എല്ലാ സ്ഥലത്തും, എല്ലാ രാജ്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ സാധാരണ വായിക്കുന്ന വേദഭാഗങ്ങളാണ്. ഇന്ന് നമ്മൾ അതുപോലെ പെരുന്നാളിൽ വായിക്കുന്ന വേദഭാഗങ്ങളാണ് ഇവിടെ വായിച്ചത്. ആവർത്തന പുസ്തകമാണ് ഒന്നാം പാഠമായിട്ട് നമ്മൾ വായിച്ച ആവർത്തന പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യമാണ്. പറയുന്നത്, ദൈവം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പാലും തേനും ഒഴുകുന്ന നല്ല ദേശത്ത് നിങ്ങൾ ചെന്ന് അവിടെ പാർക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആവർത്തന പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്നുണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യഫലം കുറേശ്ശെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതാണ് നമ്മൾ
അതുപോലെ പെരുന്നാൾ നമ്മുടെ അടിസ്ഥാനമായിട്ട് വായിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വേദഭാഗം. വാഗ്ദത്തം ചെയ്ത ദേശത്ത് ചെന്ന് നീ അവിടെ താമസം ഉറപ്പിച്ചതിന് ശേഷം അവിടെ അധ്വാനിച്ച് അവിടുത്തെ കൃഷി എങ്ങനെ ചെയ്യണം, എപ്പോഴത്തെ ഫലങ്ങളാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എൻ്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് എടുത്തതിന് ശേഷം അത് ആരാധിപ്പാനുണ്ട് വേർതിരിക്കുന്ന സ്ഥലത്ത് അവിടെ പോയി അവിടെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കൊട്ടയിൽ വെച്ച് കുറച്ച് കഴിയുമ്പം അത് കൊട്ടയ്ക്കകത്ത് കൊണ്ടുവരുന്നതാണ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്. ഒരു കൊട്ടയിൽ ആദ്യ പല സാധനങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൊട്ടയിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ദൈവസേനയിൽ അർപ്പിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. ചെയ്തിട്ട് പറയണം, ഞാൻ അങ്ങയുടെ വാഗ്ദത്തപ്രകാരം ഞാൻ അങ്ങയുടെ സേനയിൽ വന്നിരിക്കുന്നു എന്ന് പറയും. നീ പറഞ്ഞ പോലെ അരുളിച്ചതുപോലെ ആദ്യഫലങ്ങൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയണം. ദൈവത്തിന് അറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷെ അത് നമ്മുടെ വായിൽ നിന്ന് അതവിടെ ഉരിയാടണം, അല്ലെങ്കിൽ അത് ഉച്ചരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതങ്ങനെ പറഞ്ഞിരിക്കും. കുറച്ചുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ആവർത്തന പുസ്തകമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്നതാണ്. ആവർത്തിക്കുന്നതിന് മുമ്പ് പുറപ്പാട് പുസ്തകത്തിലാണ് അത് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ പെരുന്നാളിലൊക്കെയും വായിക്കുന്ന ഒരു 23-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 23-ന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പെരുന്നാളിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന പെരുന്നാളാണ്. 3 പെരുന്നാളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 3 പെരുന്നാളിൽ ആണുങ്ങളൊക്കെയും നിർബന്ധമായും ദൈവാലയത്തിൽ വരണമെന്നും വരുമ്പോൾ വെറും കൈയായിട്ട് വരരുത് എന്നും ഒക്കെയും അവിടെ രേഖപ്പെടുത്തി കാണുവാൻ സാധിക്കും. ആ തലമുറ, ആ അരുളപ്പാടുകൾ കേട്ട തലമുറ മരുഭൂമിയിൽ തന്നെ തീർന്നുപോയി, കഴിഞ്ഞുപോയി. അതിനുശേഷം പുത്തൻ തലമുറയാണ് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ അവിടെ കാണുന്നത് മോശയുടെ കാലഘട്ടം തീരുകയാണ്. അതിന് തൊട്ട് മുമ്പ് വീണ്ടും പുത്തൻ തലമുറയോട് അത് എടുത്തു പറയുകയാണ്. അതാണ് ആവർത്തന പുസ്തകം. പേരുപോലെ തന്നെ ആവർത്തിച്ച് മോശ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇസ്രായേൽ മക്കളോട് പറയുന്നു, അല്ലെങ്കിൽ പുത്തൻ തലമുറയോട് പറയുന്നു, നിങ്ങളത് ചെയ്യണം എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സഭയെ നമ്മൾ തന്നെ പഠിക്കേണ്ടത്, നമ്മൾ സഭയെ പഠിപ്പിക്കേണ്ടതുമായ കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൂമിയുമായുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദൈവവുമായുള്ള ബന്ധമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ അതത് തരം വിത്തുള്ള സസ്യങ്ങളെ സൃഷ്ടിച്ചു. അതത് തരം വിത്തുള്ള സസ്യങ്ങൾ സൃഷ്ടിച്ചു. അതുതരം വിത്ത് കായ്ക്കുന്ന വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. വൃക്ഷങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന വിത്ത് മുളയ്ക്കുമ്പോൾ അത് തന്നെ ഉണ്ടാകണം. അത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിത്ത് നട്ടാൽ, ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് നട്ടാൽ അത് തന്നെയാണ് ഉണ്ടാകുന്നത്, വേറെ ഒന്നും ഉണ്ടാകത്തില്ല. അത് ദൈവത്തിൻ്റെ അന്നത്തെ ആ ഒരു നിബന്ധനയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതങ്ങനെ പറഞ്ഞതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചവിടെ ആക്കി. മനുഷ്യനെ സൃഷ്ടിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. ഭൂമി കാണപ്പെടുന്നതെല്ലാം, കാണുന്നതും കാണപ്പെടാത്ത എല്ലാം ദൈവം സൃഷ്ടിച്ചു. ഭൂമിയെ പ്രത്യേകമായി ഉൽപ്പത്തി വിവരണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചമുണ്ടായി. ഭൂമിയെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ വെള്ളത്തെ വേർതിരിച്ചു. വെള്ളങ്ങളും തമ്മിൽ വേർതിരിച്ചു. ഉണങ്ങിയ നിലം കാണുമാറാക്കാൻ ഭൂമി എന്ന് പേരിട്ടു എന്നൊക്കെ സൃഷ്ടി ഉൽപ്പത്തി വിവരങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ദൈവം പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കണം. മനുഷ്യനെ മണ്ണുകൊണ്ട് അവനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അവന് രൂപം വരുത്തി. രൂപം എന്ന് പറയുന്നത് വേറെ ആരുടെയും രൂപമല്ല, ദൈവത്തിൻ്റെ രൂപസാദൃശ്യമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ രൂപമേത ഭാവമേത എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അത് നമ്മുടെ തന്നെ രൂപവും ഭാവവുമാണ്. കാരണം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തെ ആരും ഒരാളും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ദൈവം ആത്മാവാകുന്നതുകൊണ്ട് നമുക്ക് ആത്മാവാകുന്ന ദൈവത്തെ നമുക്ക് എന്ത് ചെയ്തില്ല, കാണാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ദൈവത്തെ കണ്ടതായിട്ടും, ദൈവത്തിൻ്റെ കാല് കണ്ടതായിട്ടും, കാൽപാദങ്ങൾ കണ്ടതായിട്ടും, ദൈവത്തിൻ്റെ പുറകുവശം കണ്ടതായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്രായേൽ മക്കൾക്ക് അവിടെ യാത്രയിൽ മോശയുമായുള്ള സംഭാഷണത്തിൽ മോശ ദൈവത്തിന് അത്രയും പ്രിയപ്പെടുന്നവനായിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം ഉണ്ട്, അതൊന്ന് ഒരു ഭാഗം. അത് ഭൂമിയുമായുള്ള ബന്ധമല്ല, അത് ദൈവവുമായുള്ള ബന്ധമാണ്. ദൈവത്തിൻ്റെ രൂപസാദൃശ്യം. ഭൂമിയുള്ള ബന്ധം മണ്ണിൽ നിന്ന് അവനെ എടുത്തു, അവന് ആ രൂപം വരുത്തി. ദൈവം വീണ്ടും ദൈവത്തിൻ്റെ അംശം അവന് നൽകി. അവൻ അങ്ങനെ ഒരു വെറും ഒരു രൂപമായിട്ട് അവിടെ കടന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ മൂക്കിൽ ദൈവം തൻ്റെ ശ്വാസം ഊതി.
അവൻ ജീവനുള്ള ദേഹിയാക്കി. ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ അംശം അതേപടി ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധം ആവശ്യമാണ്. ഭൂമിയുമായുള്ള ബന്ധം അത് അതേപടി നിലനിൽക്കണമെങ്കിൽ ഭൂമിയുമായിട്ടുള്ള ബന്ധം അവന് ആവശ്യമാണ്. ഈ ശരീരം ഈ ഭൂമിയിൽ നിന്ന് എടുത്തതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ അതുകൊണ്ട് വേണം അവനത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറെ എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാലും ഒത്തിരി നാൾ പോകാനായിട്ട് പറ്റത്തില്ല. എന്ത് ചെയ്യണം? അവന് അങ്ങനെ അതിൻ്റെ ബന്ധം കിടക്കുന്നത്. കാരണം ഇത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ശരീരം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പോഷണത്തിന് ആവശ്യമുള്ള എല്ലാ സംഗതികളും ഭൂമിയിൽ ഉണ്ട്. ഭൂമിയിൽ അത് അദൃശ്യമായി സംവിധാനം ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്ത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഒരു ആപ്പിൾ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ആപ്പിൾ ചെടിയിൽ ആപ്പിൾ ഉണ്ടാകുമ്പോൾ ഈ ആപ്പിൾ എവിടെയായിരുന്നു? അതിൻ്റെ പോഷക ഗുണങ്ങൾക്ക് എവിടെയായിരുന്നു? അത് നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഭൂമിയിൽ നേരത്തെ നിക്ഷേപിച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ എല്ലാ ഗുണങ്ങളും എന്ത് ചെയ്യുന്നിരിക്കുന്നു? അത് അവിടെ ഇട്ടിരിക്കുക. അത് മാത്രം വലിച്ചെടുക്കാൻ പറ്റിയ ഒരു വൃക്ഷമാണ് ആപ്പിൾ ചെടി. എന്ത് ചെയ്യുന്നു? അത് ആപ്പിൾ ചെടി അത് മാത്രമേ വലിച്ചെടുക്കുള്ളൂ. തേങ്ങയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ആപ്പിൾ ചെടി എന്ത് ചെയ്തില്ല, വലിച്ച് എടുക്കുന്നു. നെല്ലിക്കായ്ക്ക് ഉണ്ടാകുന്ന കാര്യം എന്ത് ചെയ്യുന്നു? ആപ്പിൾ ചെടി എന്ത് ചെയ്തില്ല, വലിച്ചെടുക്കുന്നു. ആപ്പിളിന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അത് വലിച്ചെടുക്കും. ആർക്ക് വേണ്ടി? എനിക്ക് നിങ്ങൾക്കും വേണ്ടി. ഓരോ വിത്തുകളും അതെല്ലാം നമുക്ക് ആവശ്യമാണ്, ഫലങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ എല്ലാ ഘടകങ്ങളും എന്ത് ചെയ്തിരിക്കും? ഭൂമിയിൽ ഉണ്ട്. അത് വലിച്ചെടുത്ത് അത് നമുക്ക് വേണ്ടി സംശീകരിച്ച് രൂപാന്തരപ്പെടുത്തി നൽകുന്ന പ്രക്രിയയാണ് ഈ ചെടികൾക്കുള്ളത്. അവിടെ ആ ചെടികളെ പരിപാലിച്ചില്ലെങ്കിൽ, വൃക്ഷങ്ങളെ പരിപാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്തില്ല, ഈ ഭൂമിയിൽ കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടാനാണ് പറ്റത്തില്ല. അതുകൊണ്ട് ശരിയാവണം, അധ്വാനിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അടിസ്ഥാനപരമായി ഭക്ഷണം എന്ന് നമ്മൾ പറയും. ഭക്ഷണം, വായു എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഭൂമിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഭൂമിയെ നമുക്ക് ബന്ധം ഉപേക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് ഭൂമിയെ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. ഭൂമിയെ അവഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അധ്വാനത്തെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ നിങ്ങളെയൊക്കെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒത്തിരി കഷ്ടപ്പെടാതെ കാര്യസാധ്യം എന്ന് പറഞ്ഞ പോലെ, കുറുക്കുവഴിയുടെ നിർവചനം പറയുന്ന പോലെ കഷ്ടപ്പാടില്ലാതെ അധ്വാനം കൂടാതല്ല ഒരു ഫലമല്ല. അധ്വാനിച്ച് എന്ത് ചെയ്യണം? ആ ഫലം ഉണ്ടാക്കണം, എടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അധ്വാനമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വേദവസ്തു നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റ് അനേക കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതിന് ശേഷമാണ്. മറ്റുള്ള കാര്യങ്ങളാണ് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും എന്നും നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിച്ചു, അല്പം മുമ്പ് നമ്മൾ വായിക്കുകയുണ്ടായി. വായിച്ചു കേട്ടപ്പോൾ അവിടെ ഇസ്രായേൽ മക്കളും അല്ലെങ്കിൽ അന്നത്തെ യഹൂദന്മാരും അവരൊക്കെയും യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ വലിയ വലിയ ആളാന്നൊക്കെ പറയുന്നുള്ള ദൈവഭാഗത്തുനിന്നൊക്കെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും അല്പം ഒരു അടയാളം ചെയ്യാൻ പറയുന്നു. അടയാളം ചെയ്യും, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവർ ഏറ്റവും വലിയ അടയാളമായി പറഞ്ഞത് മരുഭൂമിയിൽ മന്ന ഞങ്ങൾക്ക് കിട്ടി, അത് മോശയാണ് എന്ത് ചെയ്ത് ഞങ്ങൾക്ക് തന്നത്. അതാണ് അവരുടെ വിശ്വാസം. കാരണം ഈ ലോക ജീവിതത്തിൽ മറ്റ് സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമായ സമയത്ത് യാതൊരു നിവൃത്തിയില്ല. വേറെ മരുഭൂമിയിൽ എന്നാ കിട്ടുന്നത്? മരുഭൂമിയിൽ ഒന്നുമേ കിട്ടത്തില്ല. മുഴുവൻ സാഹചര്യങ്ങളും പ്രതികൂലമായ സമയത്ത് വളരെ അത്ഭുതമായി സമൃദ്ധിയായി നടത്താൻ മുഖാന്തരമായി തീർന്നത് മോശ ഞങ്ങൾക്ക് തന്ന അപ്പമാണ്, അല്ലെങ്കിൽ മന്ന ആണെന്ന് അവിടെ പറയുന്നുണ്ടാകും. അപ്പം യേശു അതിന് പറയുന്ന മറുപടിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തരുന്നു. രണ്ട് സംഗതികളാണ് അവിടെ പറയുന്നത്. മോശയല്ല മന്ന തന്നത്, ജീവനുള്ളപ്പം തരുന്നത് ആരാണ്? ദൈവമാണ്. ദൈവമാണ് മന്ന തന്നതും ഇവിടെ ജീവനുള്ളപ്പം തരുന്നതും ദൈവമാണെന്ന് ഒറ്റ ഉത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ സംക്ഷേപിച്ചിരിക്കുക കാണുവാൻ സാധിക്കും. മരുഭൂമിയിൽ മന്ന തന്നത് മോശയല്ല, ദൈവമാണ്. ഈ ഭൂമിയിൽ ജീവനുള്ളപ്പം എന്ന് ഞാൻ പറയുന്നത് അത് തരുന്നതാണ്, അതും ദൈവമാണ് തരുന്നത് എന്ന് അവിടെ വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു അരുളിച്ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒന്നിനെ അവഗണിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ ഭൂമിയിൽ അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ദൈവം ചെയ്തിരിക്കുന്നത്. എന്ന് ഈ ഭൂമിയുള്ള ബന്ധം മനുഷ്യൻ നഷ്ടപ്പെടുന്നുവോ, എന്ന് ഇവിടുന്ന് എടുത്ത കാര്യങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിക്കുന്നുവോ എന്ത് ചെയ്യണം? അന്ന് മാത്രമേ മറ്റ് അതിനുശേഷമുള്ള കാര്യങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഭൂമിയിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ അവശേഷിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നതാണ്
ദൈവവുമുള്ള ദൈവത്തിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ ഭൂമിയിലുള്ളത് ഇവിടെ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ, ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇവിടുന്ന് എടുത്തതാണ്, ഇവിടെ ഇടണം, അതെന്ത് ഇവിടെ അങ്ങനെ അത് ലയിച്ച് എല്ലാം ചെയ്യും അല്ലേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുന്ന് എടുത്തിരിക്കുന്നതുകൊണ്ട് എത്ര മനുഷ്യൻ ഇവിടെ ഉണ്ടായാലും എന്ത് ചെയ്യുന്നില്ല, ഭൂമിയുടെ ഭാരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. ഭൂമിയുടെ ഭാരം കൂടത്തില്ല. ഭൂമി മുഴുവൻ മനുഷ്യൻ കൂടെ നിറഞ്ഞാലും എന്ത് ചെയ്തില്ല, ഭൂമിയുടെ ഭാരം കൂടത്തില്ല. കാരണം എന്താണ്? കാരണം ഈ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഭാരങ്ങൾ കൂടുന്നതില്ല എന്ന് കാണുവാൻ സാധിക്കും. അത് തിരിച്ച് അവന് ചേരും. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഭാരം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഇവിടുന്ന് എടുത്ത ഈ മനുഷ്യൻ ഇവിടെ അലിഞ്ഞു ചേരണം. ദൈവത്തിൽ നിന്ന് എടുത്ത അംശം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടണം. അതാണ് ഒരു പ്രത്യേകത. അതുമായിട്ട് ബന്ധിപ്പിച്ച് എപ്പോഴും അധ്വാനത്തെക്കുറിച്ച് പറയുന്നതും കൃഷിദേവങ്ങളെക്കുറിച്ച് പറയുന്നതും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതെല്ലാം അതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഭൂമിയെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഭൂമിയെ പരിപാലിക്കുക എന്നുള്ളതിൽ അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ സംഗതികളും ഉൾപ്പെടും. വൃക്ഷലതാദികളും മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ മാത്രം സംരക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ഇന്ന് നമുക്ക് പ്രത്യക്ഷമായ അനുഭവങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകമായിട്ടും നമ്മൾ മൃഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പ്രാധാന്യം നൽകി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യനെ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. രാജവെമ്പാലയെ പിടിച്ചാലും എന്ത് ചെയ്യണം? രാജവെമ്പാല ഒന്ന് ഊതിയെ നമ്മൾ മരിച്ചു പോകുന്നതാണ് പറഞ്ഞത്. അത്രയും വിഷമാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളവരും ഒക്കെ ആൾക്കാർ നമ്മുടെ സഹോദരന്മാരിവിടെ ഉണ്ട്. അതിനെ പിടിച്ചാൽ എന്ത് ചെയ്യണം? ഒരു ഉപദ്രവം പറ്റാതെ അതിനെന്ത് ചെയ്യണം? അതിനെ വനത്തിൽ കൊണ്ടുപോയി വിടണം. രാജവെമ്പാലയെ അങ്ങനെ ചെയ്യും. കാട്ടുപോത്തിനെ പിടിച്ചാൽ എന്ത് ചെയ്യണം? മൈക്കൊടി വെച്ചിട്ട് കൊണ്ടുപോയി വനത്തിൽ കൊണ്ടുപോയി വിടണം. ആന വന്ന് നശിപ്പിച്ചാൽ ഒരു ഉപദ്രവം ചെയ്യരുത്, പോമക്കളെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? അതിന് എങ്ങനെയെങ്കിലും ഇവിടെ അല്ലെങ്കിൽ അതിനെ ഉദ്ധരിക്കാൻ പറ്റത്തില്ല. കാട്ടുപോത്തിൻ്റെ കാര്യം പറയുന്നത് ഇന്നലെയൊക്കെ നമ്മൾ കേട്ടതാണ്. ഒരു കാര്യത്തെ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. അത് ഒരു ബാലൻസ് ചെയ്തുള്ള ഒരു പരിപാലനമല്ല. ബാലൻസിലുള്ള പരിപാലനത്തെക്കുറിച്ചാണ് വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. മനുഷ്യനാണ് അതിൻ്റെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കേണ്ടത്. അതിനുള്ള ബുദ്ധിയും ദൈവം എന്ത് ചെയ്യുന്നു? മനുഷ്യന് കൊടുത്തിരിക്കുന്നു. മനുഷ്യൻ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് മറ്റ് ലാഭങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, മറ്റ് ചില ആസക്തികൾ മനുഷ്യൻ ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുകയാണ്. പല പാപങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അല്ലേ. നമുക്ക് ഭയങ്കര ആർത്തിയാണ്, നമുക്ക് ഭയങ്കര ധൂർത്താണെന്നൊക്കെ പറഞ്ഞത് അല്ലേ. അതെല്ലാം നമ്മൾ ചെയ്ത പാപമാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇപ്പം നമ്മൾ ഏറ്റു പറഞ്ഞു അല്ലേ. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ആർത്തിയില്ല, ധൂർത്തുമില്ല, ഒന്നുമില്ല. വളരെ പച്ച മനുഷ്യന്മാരായിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഇരിക്കുക. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അതിലാണ് നമുക്ക് വന്ന് ചെയ്യുന്നത് അല്ലേ. നമ്മളിവിടെ വിൽപ്പനശാല നമ്മൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഏതാണ് വില കുറഞ്ഞത് എന്നൊക്കെ നമ്മൾ നോക്കുന്നു അല്ലേ. നമുക്ക് പോക്കറ്റിന് പറ്റി അതിനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. പിന്നെ തർക്കിച്ച് അത് വില കുറച്ച് മേടിക്കുകയും വേദവസ്തു തന്നെ പറഞ്ഞിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അത്രയും പറഞ്ഞെങ്കിലും ഇരിക്കത്തില്ല, ഞാൻ ഇത്രയും നേരം മേടിച്ചു എന്ന് പറഞ്ഞ് ഒരു കൊള്ളത്തില്ല നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു? കൊള്ളാമെന്ന് പറയുന്നു. അതാണ് വേദവസ്തു പറയുന്ന ഒരു ശൈലി. അപ്പം അതൊക്കെ മനുഷ്യൻ്റെ അത് ഏത് രീതിയിൽ പെടുത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു ആഗ്രഹം അങ്ങ് കൂട്ടി നമുക്ക് അതിനെ മാറ്റാണ് സാധിക്കും. പറഞ്ഞു വരുന്നത്, ഈ ഒരു സന്തുലിതാവസ്ഥ, ഭൂമിയും മനുഷ്യനുമായുള്ള ഒരു ബന്ധം, അവൻ്റെ ഐശ്വര്യപൂർണമായ വളർച്ചയ്ക്ക്, നിലനിൽപ്പിന് ഈ സന്തുലിതാവസ്ഥ, ദൈവവും മനുഷ്യനും ഭൂമിയും അധ്വാനവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രകാരമുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നത്. ഏതെങ്കിലും ഒന്ന് കുറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വന്ന കുഴപ്പമില്ല. കേരളത്തിൽ ഇന്ന് നമ്മൾ തെക്ക് വടക്ക് നമ്മൾ നോക്കിയാൽ, ഒരു കാലത്ത് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങൾ ഇപ്പോൾ അതിൽ പകുതിയും എന്തായിത്തീർന്നു? പകുതിയും മറ്റ് കൃഷികളായി മാറിക്കഴിഞ്ഞു. അങ്ങനെ വിശാലമായ പാടശേഖരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ മറ്റ് കായലോരങ്ങൾ നമ്മൾ നോക്കിയാലും പലപ്പോഴും എന്തില്ല, പലയിടത്തും കൃഷി ഇല്ല. കാരണം കൃഷിയിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ കൃഷി ഇല്ലെങ്കിലും, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഭക്ഷണം വേണം അല്ലേ. അരിയാഹാരം കഴിക്കുന്നതിന് അരിയാഹാരം തന്നെ വേണം. അതിന് ബദലായിട്ട് അതും ചെറിയ മറ്റ് വിളകൾ ഭക്ഷിക്കാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്, ഭക്ഷിക്കുകയും ചെയ്യാം. അതിനുവേണ്ടിയാണ് അതും ദൈവം എന്ത് ചെയ്തത്? ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ഇവിടെ കൃഷി കുറഞ്ഞെങ്കിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നു അല്ലേ. ഇതെവിടെ നിന്നാണ് വരുന്നത്? ഇത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? ഇത് വരികയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ കുറഞ്ഞാലും അത് അവിടെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് വില കൂടുന്നു. അതിനനുസരിച്ച് ലാഭം ഇച്ചിരി കുറയുമ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ സമീപകാലത്ത് കേട്ടത്, എന്തെല്ലാം അരി നമുക്ക് കിട്ടും? ഇന്നലെ അരി കിട്ടും, കുത്തിരി കിട്ടും, വെള്ളരി കിട്ടും, അല്ലേ? ചാക്കരി കിട്ടും, എല്ലാ അരിയും കിട്ടും. പിന്നെ എൻ്റെ കൂടുതൽ കിട്ടും പ്ലാസ്റ്റിക് അരിയും കിട്ടും, അല്ലേ? പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ. അത് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് അരി രൂപത്തിൽ വരുന്നതെന്നാണ് മനസ്സിലാക്കുക. അത് അരി മാത്രമല്ല, മറ്റ് പല സംഗതികളിലും എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റിക്കിൻ്റെ അംശം കയറ്റിവിടുകയാണ്, കൃത്രിമ ആഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് മനുഷ്യ ചെയ്ത അങ്ങനെ പ്ലാസ്റ്റിക് ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിലില്ല. അതാണ് പറഞ്ഞത്. ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ ശരീരം എന്ത് ചെയ്യുന്നു? ശരീരത്തിലുള്ള മെക്കാനിസം കൊണ്ട് അതൊക്കെ അങ്ങ് പോകും. പക്ഷേ അത് അതിനുവേണ്ടി രൂപപ്പെടുത്തിയതല്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക്, ഇരുമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല. അലൂമിനിയം തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തില്ല. ഇത് പറ്റി ചെന്നാൽ അങ്ങനെ അത് പ്രോസസ്സിങ് നടക്കത്തില്ല. അതിന് മറ്റ് പദാർത്ഥങ്ങൾ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് മനുഷ്യൻ അസുഖമുള്ളവനായിട്ട് എന്ത് ചെയ്യാണ്? തീരുകയാണ് ചെയ്യും. നമുക്കറിയാം, ഇന്ന് ഇവിടെ നമ്മളൊരു പരിശോധന നടത്തിയാൽ നമ്മൾ ഭൂരിപക്ഷം 98% ആൾക്കാർക്ക് എന്തെങ്കിലും രോഗങ്ങൾ കാണും, അല്ലേ? അപ്പോൾ എന്തുമാത്രം അത് വ്യത്യാസപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ മറന്നു. പണ്ടും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇങ്ങനെ ഇത്രയും വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അപ്പോൾ അങ്ങനെ കൃത്രിമം പ്ലാസ്റ്റിക് അരി ഉണ്ടാക്കി വിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താ? അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് വരുന്ന ചാക്കരി അല്ലെങ്കിൽ വെള്ളരി അല്ലെങ്കിൽ പച്ചരി വില കുറഞ്ഞ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു മെഷീൻ്റെ അതോടെ കയറ്റി കളർ കയറ്റി കുത്തിരിയായിട്ട് വിൽക്കുമ്പോൾ, പാലക്കാട് മട്ടയായിട്ട് വിൽക്കുമ്പോൾ എന്താ അതിൻ്റെ പിന്നിലുള്ള സംഗതി എന്താ? അതിനാണ് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ചത് ആർത്തി, പണത്തോടുള്ള ആർത്തി, സമ്പത്തുണ്ടാക്കുന്ന ആർത്തി, കൂടുതൽ ലാഭം കിട്ടണമെന്നുള്ള ആർത്തി. അത് വലിയ തെറ്റാണെന്നാണ് പറഞ്ഞത്. കാരണം ഈ ആർത്തി എന്ത് ചെയ്യുന്നു? ശരിയായിട്ടുള്ളത് ചെയ്യാതെ ഇരിക്കാനും തെറ്റായിട്ടുള്ളത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. കർഷകോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അനേക കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകും. ഇപ്രകാരമുള്ള കൃത്രിമ സാധനങ്ങൾ, വിഷവസ്തുക്കൾ ചേർന്ന പച്ചക്കറികൾ, ആഹാരപദാർത്ഥങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതില്ലാത്ത ഒരു സംസ്കാരം എന്ത് ചെയ്യണം? നമ്മൾ വളർത്തിയെടുക്കണം. അതാണ് അതിനത്തെ ലക്ഷ്യം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇത് എന്ന് നമ്മൾ മറന്നു പോകാൻ. ഒരു ചീനി, ഒരു കാന്താരി ചെടി നമ്മൾ നട്ട് അതിന് മറ്റ് വിഷം ഉള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ അത് വളർത്തിയെടുക്കുമ്പോൾ അതൊരു സന്ദേശമാണ് നൽകുന്ന, ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. കൃത്രിമമായിട്ടുള്ള സംഗതികൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ എതിർക്കുകയാണ് ചെയ്യുന്നത്. വിഷവസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യാണ്? എതിർക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സാബു തിരുമേനി പറഞ്ഞപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ 2 വർഷം മുമ്പ് അവർ പയർ കൃഷി ഉണ്ടായിരുന്നു. 2 വർഷം പയർ കൃഷി ചെയ്തു. 2 വർഷം പയർ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ 3-ാം വർഷം എന്ത് ചെയ്തില്ല? പയർ കൃഷി ചെയ്തില്ല. കാരണം കാരണം എന്ത് ചെയ്തില്ല? അത് കിട്ടത്തില്ല. അപ്പം മുഞ്ഞയ്ക്ക് എതിരെ നിൽക്കാനായിട്ടുള്ളത് വളരെ കാഠിന്യമേറിയ വിഷങ്ങളാണ് അതിന് സ്പ്രേ ചെയ്യേണ്ടത്. അത് ചെറിയ തോതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമായ വിഷമാണ് അതിനത് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തിരുമേനി പറഞ്ഞു പയർ കൃഷി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? ഇവിടെ വിഷം ചേർക്കാത്ത പച്ചക്കറി ഉണ്ടെന്നും പറഞ്ഞാൽ ആൾക്കാർ ഇത് വന്ന് മേടിക്കുന്നത്. അതുകൊണ്ട് വിഷം ചേർത്ത് മരുന്നടിച്ച് അത് കളയാണ്ട് പറ്റത്തില്ല. നമ്മൾ പയർ കൃഷി ഉപേക്ഷിച്ചു എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ പറയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇങ്ങനെയൊരു വലിയൊരു മനുഷ്യൻ്റെ ആർത്തിയോടും ഉള്ളൊരു യുദ്ധം അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്, ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. അതിന് കൊടുക്കേണ്ട അധ്വാനം എന്ന് പറയുന്നത്, ചെയ്യേണ്ട അധ്വാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ സാധാരണ ഗവൺമെൻറ് മാർക്കറ്റ് വില കൂടുമ്പോൾ അവരൊരു പരിപാടി ചെയ്യാറുണ്ട്. വില അരിക്കും അതുപോലുള്ള സാധനങ്ങൾ, നിത്യാവസാനങ്ങൾക്ക് വില കൂടുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതേ വിലയുള്ള സാധനങ്ങളാണെങ്കിൽ അത് വാങ്ങി വില കുറച്ച് കൊടുക്കുക. മാർക്കറ്റ് പിടിച്ചു നിർത്താനാണ് വിലക്കയറ്റം തന്നിരിക്കുകയാണ്. അതൊരു ഒരു ഇടപെടലാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടും ഇപ്രകാരമുള്ള മനുഷ്യന് ഹാനി വരുന്ന, മനുഷ്യ ആരോഗ്യത്തിന് ഹാനി വരുന്ന സംഗതികൾ, പ്രത്യേകിച്ച് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് തടയിടാൻ, അതിനെതിരെ ഒരു സന്ദേശം നൽകുവാൻ ഇപ്രകാരം നമ്മൾ കൂടുകയാണ്. അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. കാരണം ഈ ഭൂമിയിലെ ഈ ശരീരം നമുക്കിവിടെ പരിപാലിക്കപ്പെടാൻ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം. അതുപോലെ തന്നെ അത് നമുക്ക് നൽകുന്നത് ദൈവം ഓൾറെഡി നൽകിയിരിക്കുന്നു. അത് ശരിയാമണം പരിപാലിച്ചെടുത്താൽ നമുക്ക് അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നല്ലൊരു നാളെ നമുക്ക് നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പണി ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം ഇന്നലെ പറയുണ്ടായി.
ഇസ്രായേലിൽ എന്തെല്ലാം കൃഷിദേഹണങ്ങളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം എന്ത് ചെയ്യുന്നു, ധാരാളം വിളവുകൾ അവരുണ്ടാക്കുന്നു. ലോകത്തിൻ്റെ ഏതാണ്ട് 40% പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇസ്രായേലിൽ നിന്നാണ് ലോകത്തിലേക്ക് കയറ്റി അയക്കുന്നതെന്നാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രം. അപ്പോൾ എന്തുമാത്രമാണ് അവരുടെ അവർ പാലും തേരും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, അത് അവർ രൂപപ്പെടുത്തിയത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിനുള്ള ടെക്നോളജി, ആ ബുദ്ധി മനുഷ്യൻ ദൈവം നൽകി, അതവർ പ്രയോഗിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കും ദൈവം അനുഗ്രഹിച്ച് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് CSIക്കാർ തന്നെയാണ്. വേറെ ഒരു സമുദായങ്ങൾക്ക് അത്രയും ഭൂമിയുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാത്തലിക് സഭയെ നോക്കുമ്പോൾ അവർക്ക് ധാരാളം ഭൂമിയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് സഭയായിട്ട് നമുക്ക് ഭൂമിയുണ്ട്. അതുപോലെ തന്നെ വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നു, ഭൂമിയുണ്ട്. ഭൂമി ഇല്ലാത്തവരുണ്ട്. ഇല്ലാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പൊതുവെ പറയുമ്പം താമസിക്കാണ്ട് സ്വന്തമായിട്ട് ഭൂമിയുള്ള ആൾക്കാരാണ് കൂടുതൽ. ആ കൂടുതൽ ഭൂമിയുള്ള നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് നമ്മളിതിന് നമുക്ക് ജീവിതത്തിന് ബന്ധപ്പെട്ടെന്നാണുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിവിടെ ഇതിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാപ്പിക്കുരുവൊന്നും ആർക്കാർക്കും വേണ്ട. കാപ്പിക്കുരു വേണ്ട, വെറുതെ എന്ത് ചെയ്യുന്നത്, പഴുത്തങ്ങ് പോവുക. അത് ചോട്ടിക്കിടന്ന് വീണ്ടും എന്ത് ചെയ്യും, തൈയായിട്ട് വളരുക. അത് പിന്നെ ചില ആൾക്കാർ വന്ന് മഴക്കാലമാകുമ്പോൾ എന്ത് ചെയ്യും, പറിച്ചു കൊണ്ടുപോയിട്ട് ഇത് അവിടെ നിന്നല്ല ഒന്നാതിനെ കാപ്പിയാണ്, മണ്ണൊത്തിയിൽ നിന്ന് അവിടെ നിന്നാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഇവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന കാപ്പിയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അത് നമുക്ക് വേണം. കുരുമുളക് ഒരു 3-4 തിരിയൊക്കെ ഇരുന്നാൽ നമുക്കത് വേണ്ട, നഷ്ടമാണ്. കുരുമുളക് നമുക്ക് വേണമെങ്കിൽ കറിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കടയിൽ പോയി എന്ത് ചെയ്യുന്നു, വാങ്ങും. അത്രയും. ഒരു കുരുമുളക് ചെടി നമുക്ക് നട്ടുവെക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു കാന്താരി നട്ടുവെക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു കൊമ്പമ്പുളക് നമുക്ക് നട്ടുവെക്കാൻ പറ്റത്തില്ല. ഒരു പാവലോ വഴുതനയോ ഒന്നും നടാൻ നമുക്ക് പറ്റത്തില്ല. നമുക്കതെല്ലാം എവിടെ കിട്ടും? അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. എവിടുന്നാണ് വരുന്നത് ഇപ്രകാരമുള്ള അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ അത് ഉണ്ടാക്കുന്നത്. കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, മാരകമായ വിഷങ്ങളും മനുഷ്യൻ ദോഷകരമായ വളപ്രയോഗങ്ങൾ എന്ത് ചെയ്യുന്നു. അതിന് എതിരെയാണ് നമ്മൾ പറയുന്നത്, നമുക്ക് നല്ല ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇപ്രകാരം ഒരു കാര്യത്തിൽ ഇവിടെ പറയുന്നത്, ഇത് ദൈവമാണ് ഇത് നമുക്ക് നൽകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ എന്ത് ചെയ്യത്തില്ല, ചെയ്യാൻ പറ്റും. ഈ ഭൂമിയിലെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും തരുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് അവിടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ലേഖനവേദഭാഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്ന ആരാ? ദൈവം. വിതയ്ക്കുന്നവന് വിത്തും അവന് ഭക്ഷിപ്പാൻ ആഹാരം നൽകുന്നവനാരാ? ദൈവം. അവിടെ ഈ ആവർത്തന പുസ്തകം തന്നെ പറയുന്നുണ്ട്, മനുഷ്യന് വരുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയൊക്കെ ഇങ്ങനെ നന്നായി വിളയുമ്പോൾ അവന് തോന്നുന്നതാണ് ഇത് എൻ്റെ കൈ ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞൊരു അഹംഭാവം അവന് ഉണ്ടാകാറുണ്ട് എന്ന് വേദോസം തന്നെ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് ശ്രദ്ധിക്കണം, നിനക്ക് അധ്വാനിക്കാൻ ആരോഗ്യം തന്നത് ആരാണ്? ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. അധ്വാനിക്കാനുള്ള ആരോഗ്യം നിനക്ക് തന്നത് ആരാണ്? അത് ദൈവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവവുമായുള്ള ബന്ധമാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, നല്ല മനുഷ്യന് ഉപകാരപ്രദമായി ഇപ്രകാരമുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവുമായുള്ള ബന്ധം എന്ത് ചെയ്യുക, നമ്മളൊന്ന് ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവവുമായുള്ള ശരിയായ ബന്ധം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനും പറ്റത്തില്ല. ഈ ആർത്തിയും ധൂർത്തും എല്ലാം നമുക്ക് കുറയണമെങ്കിൽ ദൈവവുമായുള്ളൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്താലും സാധിക്കൂ. അല്ലാതെ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, ദൈവത്തെ നോക്കാതിരുന്നാൽ എന്ത് ചെയ്തില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ അത് നമ്മുടെ ജഡീയ ഇച്ഛകൾക്ക് വേണ്ടിയുള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2024 ഈ കാർഷികോത്സവം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും ബെറ്ററായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, നല്ല ഭക്ഷണ പദാർത്ഥം, നല്ല കൃഷി രീതികൾ, മനുഷ്യന് ഉപകാരപ്രദമായ, മനുഷ്യൻ്റെ കൂടുതൽ അനാരോഗ്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുകയും ചെയ്യാനായിട്ടുള്ള മുഖാന്തരമായി മാറുവാൻ അതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അറിവും നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനവും നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യമെല്ലാം അതുപയോഗിച്ച് നമ്മൾ തന്നെയും നമ്മുടെ സമൂഹത്തെയും അപ്രകാരം ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ഈ കാർഷികോത്സവങ്ങൾ ഇടയായി തീരണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെ അധ്വാന കാര്യങ്ങൾ പ്രത്യേകിച്ച്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇവിടെ പ്രസംഗിക്കാൻ വന്നൊരു അദ്ദേഹം പറയുണ്ടായി, പ്രസംഗത്തിൽ പറഞ്ഞാണ്, ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാർ പ്രത്യേകിച്ച് ആൾക്കാരോട് പറയേണ്ട, അവർ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്നോളൂ എന്നാണ് പറയുന്നത്. അപ്പം മൊത്തത്തിൽ ലോകക്രമം എന്ത് ചെയ്യും, മാറും. പണമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പണം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുതൽ പണം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. മനുഷ്യ സഹജമാണ്. പണം കിട്ടുമെങ്കിൽ കൂടുതൽ പണം കിട്ടുന്നിടത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ പോവുക.
കുറച്ച് പണം കൊണ്ട് നമ്മുടെ ആയുസ് കളയാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് കൂടുതൽ പണം കിട്ടും. ഇവിടെ തന്നെ ആ പണം കിട്ടുമെങ്കിൽ, അല്ല മറ്റുള്ളിടത്ത് അങ്ങനെ പണം കിട്ടത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യൻ അവിടെ തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ കൃഷി ധ്യാനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഇന്നലെ നമ്മുടെ തന്നെ റൂഫ് ഗാർഡൻ അല്ല, റൂഫ് കൃഷിയുടെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാലങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. നമ്മുടെ തന്നെ തൊടുപുഴയിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം തക്കാളിയൊക്കെ വിൽക്കുന്നത് മാർക്കറ്റിൽ അതിന് 40 രൂപയാണെങ്കിൽ 100 രൂപയ്ക്കും അത് മേടിച്ചുകൊണ്ട് പോകും. 100 രൂപയ്ക്കാണ് തക്കാളി മേടിച്ചുകൊണ്ട് പോകും. 40 രൂപയ്ക്ക് താഴെ കിട്ടും, പക്ഷേ 100 രൂപയ്ക്കാണ് മേടിച്ചത്. കാരണം അത് ജൈവം ഇതാണ്, വേറെ വിഷാംശങ്ങളൊന്നുമില്ല, കൃത്രിമ വളപ്രയോഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ചെയ്തത്. കോട്ടയത്തെ പച്ചക്കറി, ഇവിടെ പ്രത്യേകമായ പച്ചക്കറി വിൽക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. അവിടെ പയറിനൊക്കെ പുറത്തൊക്കെ 20 രൂപ 25 രൂപ ഉള്ളപ്പം അവിടെ പയർ വിൽക്കുന്നത് 100 രൂപയ്ക്ക്. അത് കൊടുക്കാൻ ഇല്ല. ഈ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വിഷരഹിതമായ സംഗതി മേടിക്കാനായിട്ട് ആൾക്കാർക്ക് വളരെ താല്പര്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അത് നമുക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമൂഹം വഴി മറ്റ് സമൂഹങ്ങൾക്കും ഗുണകരമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവവുമായുള്ള ബന്ധം ഏറ്റവും നല്ല കൃഷി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഏറ്റവും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ നമ്മളെ പിന്തിരിപ്പിക്കും. കാർഷികോത്സവം നമ്മൾ കൊണ്ടാടുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഊട്ടിയുറപ്പുകളായി തീരട്ടെ. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടെ 26-ാം അധ്യായം ആവർത്തനം 26-11 പ്രകാരമാണ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കുകയാണ്. അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ എടുത്ത് നമുക്ക് സമൃദ്ധിയായി ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ടാകണം. അതുപോലെ തന്നെ ലേവ്യന് സന്തോഷമുണ്ടാകണം. ലേവ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ലേവ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമേ അല്ല, നമ്മുടെ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാർ തന്നെ. അവർ സന്തോഷിക്കണം. പിന്നെ പരദേശി എന്ത് ചെയ്യണം? സന്തോഷിക്കണം. പരദേശി എന്ന് പറഞ്ഞാൽ അവർ വന്നു പാർക്കുന്നിടത്ത് യാതൊരു വിധമായി സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവർ, അവരും എന്ത് ചെയ്യണം? സന്തോഷിക്കും. നമുക്കൊരു നന്മ വരുമ്പോൾ അവർക്കും എന്ത് ചെയ്യണം? കൈ അയച്ചൊരു കാര്യം ചെയ്യണം. നമുക്കൊരു നന്മ വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനൊരു നന്മ പ്രത്യേകമായി അവകാശങ്ങളില്ലാത്ത ലേവ്യർക്കും എന്ത് ചെയ്യണം? അതൊരു നന്മ കൊടുക്കും. അത് കിട്ടുമ്പോൾ അവനൊരു സന്തോഷം, അല്ലേ? നമുക്ക് കിട്ടി, നമുക്ക് സന്തോഷം. ലേവ്യന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവന് പ്രത്യേകിച്ച് വേറെ അവിടെ അവകാശങ്ങളില്ലാത്തതുകൊണ്ട് അവന് അധ്വാനിക്കാൻ ഭൂമിയൊന്നുമില്ല, മേച്ചിൽ പറക്കൽ മാത്രമേ അവന് ഉള്ളൂ, അല്ലേ? താമസ സ്ഥലങ്ങൾ, പട്ടണങ്ങൾ. അപ്പോൾ അവന് കിട്ടുമ്പോൾ അവനൊരു സന്തോഷം. നിവൃത്തിയില്ലാത്തവന്, കൈ നീണ്ടി വരുന്നവന്, സഹായം അഭ്യർത്ഥിച്ച് വരുന്നവന് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും കൂടെ കുറച്ച് പറ്റും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവനും ഒരു സന്തോഷം. എല്ലാവർക്കും സന്തോഷം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും സമൃദ്ധി ദൈവം ഇവിടെ ലക്ഷ്യമിടുന്നു. നമ്മുടെ ഈ കാർഷികോത്സവം മൂലം നല്ല ഒരു കൃഷിയെക്കുറിച്ചൊരു സ്നേഹവും നല്ല കൃഷി രീതികൾ അവലംബിക്കാനുള്ള ഇച്ഛയും നമ്മുടെ സഭാമക്കളെ, ഭൂമിയുള്ളവർക്ക് അപ്രകാരം ചെയ്യാനുള്ള ഒരു പ്രേരണയും കൊടുക്കുന്നതോടൊപ്പം ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താനും ഇത് ഇടയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനുള്ള സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മൗത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.